ഡോക്ടർ കെ ജയപ്രസാദ്, ഈ മോദിയുടെ വരവ് അത് അങ്ങേയറ്റത്ത് പാലക്കാട്ടും പിന്നീട് തൃശ്ശൂരും ആയിക്കോട്ടെ, അണികൾക്ക് നൽകുന്ന ഊർജം എത്രമാത്രമാണ്? രാഷ്ട്രീയം ഏതാണ്ട് ഒരു പുതിയ വഴിത്തിരിവിൽ നിൽക്കുകയാണ്. അതായത് ഇടത് വലത് മുന്നണികളെ 1967 മുതൽ പരീക്ഷിച്ച ഒരു ജനത പുതിയ ഒരു മുന്നണി പരീക്ഷണത്തിന് തയ്യാറെടുക്കുകയാണ്. അതിനർത്ഥം എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ NDA വൻഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരുമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ NDA കേരളത്തിൻ്റെ വിധി നിർണ്ണയിക്കാൻ പോകുകയാണ്. കേരളത്തിൽ ഇടതും വലതും മുന്നണികൾക്ക് ഭൂരിപക്ഷമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഈ തിരഞ്ഞെടുപ്പ് കൊണ്ടെത്തിക്കും. അപ്പോൾ അതിന് പ്രധാന കാരണം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ UDFൻ്റെ വിജയം പ്രധാനമായിട്ട് ന്യൂനപക്ഷ മേഖലകളിലാണ്. അതിൽ 7 ജില്ലകളിൽ മാത്രമാണ് കോൺഗ്രസ്സിന് അഡ്വാൻറ്റേജ് ഉണ്ടായതെങ്കിൽ ഹിന്ദു ഭൂരിപക്ഷ ജില്ലകളായ മറ്റ് 7 ജില്ലകളിൽ കോൺഗ്രസ്സിന് അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടില്ല. അപ്പം 78ഓളം മണ്ഡലങ്ങളിൽ കോൺഗ്രസ്സിന് ഭൂരിപക്ഷം ഉണ്ടായെങ്കിലും 60ഓളം മണ്ഡലങ്ങളിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ കാര്യമായ ഭൂരിപക്ഷമുള്ളത്. മറ്റേ നാമമാത്രമായ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് UDFന് അഡ്വാൻറ്റേജ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കാണുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ BJP അത് വലിയ രീതിയിൽ നമുക്കിപ്പം പ്രവചനാതീതമാണ് BJPയുടെ പ്രകടനം പല മണ്ഡലങ്ങളിലും. അത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പ്രകടമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച ആശയം നമുക്ക് കാണാം. കേരളത്തിൻ്റെ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ BJP മുന്നണി അല്ലെങ്കിൽ NDAയുടെയും BJPയുടെയും മുന്നണിക്ക് ഇന്ന് കാണുന്ന സ്വീകാര്യത പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നമ്മുടെ മാധ്യമങ്ങൾ എത്രയൊക്കെ അവഗണിക്കാൻ ശ്രമിച്ചുവെങ്കിൽ ഇന്നത് മാറിയിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20% വോട്ട് മാത്രമല്ല ഒരു പാർലമെൻറ്റ് സീറ്റിൽ ജയിക്കുകയും 2 പാർലമെൻറ്റ് മണ്ഡല സീറ്റുകളിൽ വിജയത്തിൻ്റെ അടുത്തെത്തുകയും ചെയ്തു. അത് ആറ്റിങ്ങൽ പോലെ ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൽ നിന്ന് 2 മുൻ MLAമാരും ഒരു സിറ്റിംഗ് MLAയും BJP സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്ന ഒരു സാഹചര്യമല്ല ആ തരത്തിൽ. മാത്രമല്ല ഈ 3 MLAമാരുടെ ഒരു പശ്ചാത്തലം നമുക്ക് കേരളത്തിലെ 3 പേരും ദളിത് വിഭാഗത്തിൽ നിന്ന് അവശ്യ പിന്നോക്ക വിഭാഗങ്ങളെ റെപ്രസെൻ്റ് ചെയ്ത്, അതായത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ അവരെ ആശ്രയിച്ച് അവരുടെ പ്രതീക്ഷയെല്ലാം അർപ്പിച്ച അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ നിന്നാണ് BJPയിലേക്കുള്ള ഒഴുക്ക് നടക്കുന്നത്. കോൺഗ്രസും അതുപോലെ തന്നെയാണ്. കോൺഗ്രസിൻ്റെ തെറ്റായ നയങ്ങൾ, മുസ്ലിം ന്യൂനപക്ഷത്തെ മാത്രം പീഡിപ്പിക്കുന്ന നയങ്ങൾ കോൺഗ്രസിനെയും അതേ അവസ്ഥയിൽ കൊണ്ടെത്തിക്കും. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. കാരണം SDPIയുടെ മഞ്ചേശ്വരത്ത് SDPI ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് കോൺഗ്രസിൻ്റെ പ്രഷർ കൊണ്ടാണെന്നും അതിനെതിരെ ശക്തമായി അതിനെ എതിർത്തുകൊണ്ടാണ് കാൻഡിഡേറ്റ് അത് പിൻവാങ്ങിയത്. ആ SDPIയുടെ വോട്ട് മഞ്ചേശ്വരത്ത് വേണ്ട എന്ന് കോൺഗ്രസ് പ്രഖ്യാപിക്കുമോ അങ്ങനെയാണെങ്കിൽ? അപ്പോൾ ആ തരത്തിൽ ശ്രീകുമാർ സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ SDPIയുടെ വോട്ട് വേണ്ട എന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും പറയുന്നില്ല. അപ്പം BJPക്ക് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളൊക്കെ SDPIയുടെ വോട്ടുകൾ ഇടതും വലതും മുന്നണിയും ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെയാണ്. ആൾറെഡി വെൽഫെയർ പാർട്ടിയും ജമാഅത്ത് ഏതായാലും കേരളത്തിൽ ഏറ്റവും അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടി BJPയാണ്. ഇടതിനോടും വലതിനോടും മനസ്സുമടുത്താണ് BJPയിലേക്ക് പലരും പോകുന്നത്. അത് BJPയുടെ വിജയമാണ്. നരേന്ദ്രമോദി ഇനിയും വരും. അണികളിൽ ആർജവം ഊർജം കൂടും. അത് വിജയത്തിലെത്തിക്കാൻ പര്യാപ്തമാകുമെന്ന പ്രതീക്ഷയിലാണ് NDAയും BJPയും.